നമ്മുടെ വാഹനത്തിന് ഒരു ഫൈൻ വന്നാൽ അല്ലെങ്കിൽ ചലാൻ വന്നാൽ എത്ര ദിവസം കൊണ്ട് നമ്മൾ അടക്കണം? ഹൈ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൊണ്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാഹനത്തിന് വരുന്ന ചലാനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ്. പല സമയങ്ങളിൽ നമുക്ക് ചലാനുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് വരാറുണ്ട്. എന്നാൽ നമ്മുടെ വാഹനത്തിന് ഒരു ചലാൻ ഉണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിന് ഒരു ചലാൻ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് നമ്മളത് അടക്കണം എന്നാണ് പറയുന്നത്. അതായത് ഒരു ചലാൻ വന്നു കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് അല്ലെങ്കിൽ 60 ദിവസം കൊണ്ടാണ് നമ്മൾ ഇത് ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ 60 ദിവസം കഴിഞ്ഞ് നമ്മൾ അടച്ചാൽ എന്താണ് സംഭവിക്കുക? ഇപ്പം നമ്മളിൽ പല ആളുകളും നമുക്ക് ചലാൻ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നില്ല. ഒന്നുകിൽ RC ഏതെങ്കിലും വേറെ മൊബൈൽ നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് മെസ്സേജ് വരില്ല, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂല. പിന്നെ നമ്മൾ എന്തെങ്കിലും വാഹനം കൈമാറ്റം ചെയ്യുക, വാഹനം വിൽപ്പന നടത്തുന്ന സമയത്താണ്, RC മാറുന്ന സമയത്ത് അല്ലെങ്കിൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്താണ് പലരും അറിയുന്നത് നിങ്ങളെ ഈ വാഹനം ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല, ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, കാരണം നിങ്ങൾക്കൊരു ചലാൻ ഉണ്ട്. അപ്പോഴാണ് നമ്മൾ അറിയാം. അപ്പോൾ അങ്ങനെ അറിയാതെ പോകാനുള്ള കാരണം, ഒന്ന് ഒരു പക്ഷേ RCയിൽ നമ്മളെ കട്ടായി പോയ ഏതെങ്കിലും മൊബൈൽ നമ്പർ ആയിരിക്കും. പഴയ വാഹനമൊക്കെ ആണെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു പക്ഷേ RCയിൽ മൊബൈൽ നമ്പർ ലിങ്ക് ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെ നമ്മൾ അറിയാതെ പോകും. അപ്പോൾ ചുരുക്കത്തിൽ നമുക്കൊരു ഫൈന് വന്നു കഴിഞ്ഞാൽ, അഥവാ ചലാൻ വന്നു കഴിഞ്ഞാൽ, നമ്മൾ 2 മാസം കൊണ്ട് അഥവാ 60 ദിവസം കൊണ്ട് നമ്മളത് ഓൺലൈനായിട്ട് അടക്കാനുള്ള സംവിധാനമുണ്ട്. ഇങ്ങനെ നമ്മൾ അറിഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളത് ചെയ്തില്ല, അത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ, പിന്നീട് അടക്കാം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചാൽ 2 മാസം കഴിഞ്ഞാൽ അഥവാ 60 ദിവസം കഴിഞ്ഞാൽ ഇത് വെർച്വൽ കോർട്ട് എന്ന് പറഞ്ഞൊരു കോർട്ടുണ്ട്. വെർച്വൽ കോർട്ട് കമ്പ്യൂട്ടറിൽ തന്നെ ഉള്ള ഒരു കോടതി എന്ന് പറയാം, ഒരു വെർച്വൽ കോർട്ടാണ്. ആ കോർട്ടിലേക്ക് പോകും. അങ്ങനെ ആ വെർച്വൽ കോർട്ടിൽ 30 ദിവസം, 1 മാസം അത് അവിടെ കിടക്കും. അങ്ങനെ വെർച്വൽ കോർട്ടിലുള്ള സമയത്താണ് നമ്മൾ അടക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ നമുക്ക് ഓൺലൈനിൽ അടക്കാനുള്ള സംവിധാനമുണ്ട്. നമുക്ക് സുഗമമായിട്ട് ഈസി ആയിട്ട് ഓൺലൈനായിട്ട് അടക്കാം. ഇങ്ങനെ വെർച്വൽ കോർട്ടിലുള്ള സമയത്തും നമ്മൾ അറിഞ്ഞില്ല. അതായത് 60 ദിവസം നോർമലായിട്ട് നമ്മളെ സിസ്റ്റത്തിലുണ്ട്, നമുക്ക് ഫൈനായിട്ട് കിടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അടക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞില്ല. പിന്നെ നമ്മൾ 1 മാസം വെർച്വൽ കോർട്ടിൽ നിന്നു, അവിടുന്ന് നമ്മൾ അടച്ചില്ല, നമ്മൾ അടക്കാൻ ശ്രമിച്ചു, നടന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോയെങ്കിൽ എന്ത് ചെയ്യും? അത് സംഭവിക്കാൻ പോകുന്നത് നോർമൽ കോർട്ടിലേക്കാണ്, സാധാരണ ഒറിജിനൽ കോടതിയിലേക്കാണ് പിന്നെ പോവുക. പിന്നെ അവിടെ കേസായി ഫയലൊക്കെ ആയി അങ്ങനെ പോയി. പിന്നെ നമുക്ക് ഒരിക്കലും ഓൺലൈനായിട്ട് ഇത് അടക്കാൻ കഴിയില്ല. ഓൺലൈനായി അടക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അവിടെ എഴുതി കാണിക്കും, നിങ്ങളുടെ ഈ ചലാൻ നോർമൽ കോർട്ടിലേക്ക്, അതായത് വെർച്വൽ കോർട്ടിൽ നിന്നും നോർമൽ കോർട്ടിലേക്ക് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഇനി ഓൺലൈനായിട്ട് അടക്കാൻ പറ്റില്ല എന്ന് മെസ്സേജ് വരും. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്താണ് ചെയ്യുക? അതായത് നമുക്ക് ഓൺലൈനിൽ അടക്കാൻ പറ്റാത്തൊരു സംഗതി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മളിത്ര വാഹനമുണ്ട്, നമ്മളത് സെയിൽസ് നടത്തി, ആ സമയത്താണ് നമ്മളിങ്ങനെ ചലാൻ്റെ കാര്യം കാണുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ പറയാണ് ഇത് നോർമൽ കോർട്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഓൺലൈൻ അടക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ വണ്ടി നമുക്ക് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ മലപ്പുറം ജില്ലക്കാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കുന്നുമ്മൽ നമ്മുടെ വാട്ടർ അതോറിറ്റിൻ്റെ അടുത്ത്, അഥവാ MSP സ്കൂൾ കഴിഞ്ഞേക്കിന് അവിടെ ഒരു ഓഫീസ് ഉണ്ട്, ക്രൈം ബ്യൂറോ സെക്ഷൻ ഓഫീസ് ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഈ ചലാൻ നമുക്ക് ഓൺലൈൻ അടക്കാൻ പറ്റാത്ത ചലാനുകൾ അടക്കാവുന്നതാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ നമ്മുടെ ക്യാഷ് ആയിട്ട് അവിടെ കൗണ്ടറിൽ സ്വീകരിക്കില്ല. ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള സംവിധാനം മാത്രമേ സ്വീകരിക്കുള്ളൂ. ഒന്നുകിൽ നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം, അതിൽ നമുക്ക് ATM കാർഡ് വെച്ചിട്ട് അങ്ങനെ നമ്മളെ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ ലിക്വിഡ് ക്യാഷ് ആയിട്ട് അവിടെ സ്വീകരിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ അടക്കാൻ പോകുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മലപ്പുറത്ത് നമുക്ക് അടക്കാമെന്ന് പറഞ്ഞാൽ നമ്മളെ ട്രാഫിക് ചലാനുകളൊക്കെയാണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് അങ്ങനെ അവിടെ അടക്കാവുന്നതാണ്. അതല്ല, ആദ്യമോ ബന്ധപ്പെട്ടുള്ള ചലാനുകളാണ്, ഫൈനാണ് നമുക്ക് വന്നിട്ടുള്ളെങ്കിൽ, നമുക്ക് കോട്ടക്കൽ ചങ്കുവെട്ടി കഴിഞ്ഞ് പറമ്പിലങ്ങാടി എന്ന സ്ഥലമുണ്ട്, അവിടെ ഒരു ഓഫീസ് ഉണ്ട്. അവിടെ പോയിട്ട് ആദ്യ ചലാനുകളൊക്കെ നമുക്ക് അവിടെയും അടക്കാവുന്നതാണ്. അപ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ ചില ആളുകൾ എന്നോട് പറയും, ഞാൻ സ്വന്തമായിട്ട് അടക്കാൻ നോക്കി, അപ്പോൾ അതിൽ കാണുന്നത് ഇത് നോർമൽ കോർട്ടിലേക്ക് പോയിട്ടുണ്ട്, ഇനി അടക്കാനുള്ള ലിങ്കൊന്നും ഞാൻ അതിൽ കണ്ടില്ല, അപ്പം ഇനി വരുമ്പോലെ വരട്ടെ, പിന്നെ ആലോചിക്കാമെന്ന് പറഞ്ഞ് ഒഴിവാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ അത് ലാഗാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമൻസും കാര്യങ്ങളൊക്കെ വരും, പ്രശ്നമാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ കോർട്ടിലേക്ക് പോയതൊക്കെ നമ്മൾ പെട്ടെന്ന് അടച്ച് ഒഴിവാക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്.
പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് നമുക്ക് SMS അല്ലാതെ വാട്സപ്പിലൊന്നും നിങ്ങൾക്ക് വാഹനത്തിന് ചലാനുണ്ട് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യരുത്, അതിന്റെ പിറകെ പോകരുത്. കാരണം നമുക്ക് ചലാനുണ്ട് എന്ന് പറഞ്ഞ് മറ്റു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മെസ്സേജ് ആയിട്ട്, ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അഥവാ SMS ആയിട്ട് മാത്രമേ പരിവാഹനിൽ നിന്ന് നമുക്ക് വരുള്ളൂ. അല്ലാതെ നമ്മളെ വാട്സപ്പിലൊന്നും നമുക്ക് ഒരിക്കലും പരിവാഹന് മെസ്സേജ് വരില്ല നിങ്ങളെ വാഹനത്തിന് ഫൈൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. കാരണം എന്തുകൊണ്ട് വെച്ചാൽ അതിൽ വ്യാജ ആപ്ലിക്കേഷൻസും ലിങ്കൊക്കെ ഉണ്ടാവും. നമ്മൾ അതിൽ കയറി നമ്മളെ ബാങ്ക് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് നമ്മൾ ഓൺലൈനിലൂടെ അടക്കാൻ ശ്രമിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഫോണും പോവും, നമ്മളെ ബാങ്കിലെ അക്കൗണ്ടിലെ ക്യാഷും പോവും, മൊത്തം അടിച്ചുകൊണ്ട് അവർ പോവും. അപ്പോൾ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ വാഹനത്തിൻ്റെ ചലാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നൗ സലാം ടെക് വറ്റ്ലൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.